ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പോഷക സമൃദ്ധമായതുമായ ഒരു ഇലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചായാമൻസ തോരൻ. വളരെയധികം ഗുണങ്ങളുണ്ടെങ്കിലും ഈ ഇലക്കറി അധികം ആരും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതെന്താണെന്നറിയില്ല, അതിൻ്റെ ഗുണങ്ങൾ അറിയാത്തത് കാരണമാണോ, അത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് അറിയാത്തത് കൊണ്ടാണോ എന്നും അറിയില്ല ഈ ഇല അധികം ആരും ഉപയോഗിക്കാത്തത്. ചായാമൻസയ്ക്ക് ഒരു കട്ടുണ്ട്, നമ്മുടെ കപ്പയുടെ ഒക്കെ പോലെ ഒരു കട്ടുണ്ട്. അത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാനായിട്ട് പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇതിൻ്റെ ഇല കാണുമ്പോൾ നമുക്ക് പപ്പായയുടെ ഇല പോലെയോ അല്ലെങ്കിൽ കൊള്ളി ഉണ്ടല്ലോ കപ്പ, അതിൻ്റെ ഇല പോലെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തോന്നുക. അപ്പോൾ ഈ ചായാമൻസ കറി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരയ്ക്കും എല്ലാവരും കാണുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഈ ഇല മാത്രമാണ് നമ്മൾ തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ ഇതിലൊരു പശയുണ്ട്. അപ്പോൾ അത് നമ്മൾ കറി വയ്ക്കുമ്പോൾ ഉണ്ടാവാൻ പാടില്ല, അത് നല്ലോണം കഴുകി കളയണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ തണ്ട് നമുക്ക് ഇതേപോലെ പൊട്ടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പശയുണ്ടല്ലോ, ഇവിടെ പശയുണ്ട്, ഇത് പൊട്ടിക്കുമ്പോൾ ഒരു പശ വരും. ആ പശയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം ഇത് കറി വെക്കാനായിട്ട്, തോരൻ വെക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതേപോലെ അതൊക്കെ പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ചായാമൻസ ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പശയൊക്കെ നന്നായിട്ട് ഞാനൊരു 3-4 പ്രാവശ്യം കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. പശയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പശയൊക്കെ നന്നായിട്ട് കളയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കണോണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. വിഷാംശമോ കട്ടൊക്കെ എല്ലാം പോയി കിട്ടും. അപ്പോൾ നമുക്കിത് ചീരയുടെ പോലെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. നമ്മൾ ചീര തോരനൊക്കെ വെക്കണ പോലെ തന്നെയാണ് ഇത് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതരിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അത് നമ്മൾ അതിൻ്റെ കടയൊക്കെ ഇങ്ങനെ ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് ആ കടഭാഗത്തു നിന്ന് കുറച്ച് താത്തി കട്ട് ചെയ്ത് കളയണം. അതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാനായിട്ട്. കാരണം അവിടെ പശയുണ്ടാവും. അപ്പോൾ ആ പശ കുറച്ച് താത്തി കട്ട് ചെയ്യുമ്പോൾ ആ പശ പോയിട്ടുണ്ടാവും, പിന്നെ പശയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അരിയുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ എല്ലാ ഇലയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായാമൻസ തോരൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, മൺചട്ടി തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം. മൺചട്ടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിക്കാം, പക്ഷേ അലുമിനിയം പാത്രം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. മൺചട്ടിയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കാണുമ്പോൾ കുറേ പോലെ തോന്നും, പക്ഷേ വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്കിത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ തുറന്ന് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ, മൂടി വെച്ച് വേവിക്കാൻ പാടില്ല. ഒരു 15-20 മിനിറ്റ് നമ്മൾ ഇതേപോലെ തുറന്ന് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം.
ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി തീ ഒരു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ചട്ടിയിലൊക്കെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊരു 15-20 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചുവന്നുള്ളി ചെറിയ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ മിക്സിയുടെ ജാറിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് ചതഞ്ഞാൽ മതി, ഒന്ന് ക്രഷ് ചെയ്താൽ മതി, അധികം അരഞ്ഞ് പോകാൻ പാടില്ല. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ മതി. ചട്ടിയിലാവുമ്പോൾ പ്രത്യേകിച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ചട്ടിയിലാവുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതൊരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മതി. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചായാമാൻസ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.